ഇന്ത്യ എന്ത് പ്ലാൻ ചെയ്തിറങ്ങിയോ അതെല്ലാം ഫലവത്തായി. കാര്യങ്ങളെല്ലാം ഇന്ത്യ ആഗ്രഹിച്ച വഴിയേ വന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന മറ്റൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ സഞ്ജു സാംസൺ കളിച്ചു എന്നുള്ളത് കൂടിയാണ്. അദ്ദേഹം ഇനി കളിക്കാൻ പോകുന്ന ചെപ്പോക്ക് സ്റ്റേഡിയത്തിലെ IPLലെ അദ്ദേഹത്തിൻ്റെ ടീമായിട്ടുള്ള ആ തട്ടകത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം മികച്ച ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു. അതായത് 24 റൺസിൻ്റെ ഒരു മികച്ച ഇമ്പാക്റ്റോട് കൂടിയാണ്. നമ്മൾ സ്കോർ കാർഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ സഞ്ജു സാംസൻ്റെയാണ്. പക്ഷേ ആ 24 റൺസ് എന്ന് പറയുന്നത് തന്നെയാണ് ഇന്ത്യ ഇന്ന് നേടിയിട്ടുള്ള 256 റൺസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇമ്പാക്റ്റ്ഫുൾ ഇന്നിങ്സ് എന്ന് തന്നെ അതിന് പറയേണ്ടിയിരിക്കുന്നു. അവിടുന്ന് തുടക്കം കുറിക്കുന്ന ഒരു ഇന്നിങ്സ് എത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ T20 ചരിത്രത്തിലെ, ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന നേട്ടത്തിലേക്കാണ്. ഇതെല്ലാം പിറക്കുന്നത് ഒരു ഡു ഓർ ഡൈ മത്സരത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഇന്ത്യ ഇന്ന് തോറ്റിരുന്നുവെങ്കിൽ ഇതോടുകൂടി അവസാനിക്കുകയാണ് ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രതീക്ഷ. നിലവിലെ ചാമ്പ്യന്മാർ സെമി പോലും കാണാതെ പുറത്താകുന്നതിൻ്റെ ഘട്ടത്തിൽ ആ വക്കിൽ നിന്നാണ് ഇന്ത്യ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. അത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഒരുപാട് പഴി കേട്ട ഒരു കാര്യം. ഇന്നത്തെ ടോസ് സമയത്ത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ കളിയിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചു, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നത് എന്നാണ്. അത് വാസ്തവം തന്നെയായിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടീം അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിച്ചു, കുറേയേറെ പാഠങ്ങൾ പഠിച്ചു. സഞ്ജു സാംസണെ പരിഹസിച്ചതിന് അതുകൂടി ആണ് അദ്ദേഹം പാഠം ഉൾക്കൊണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആ സഞ്ജുവിൻ്റെ പേര് അനൗൺസ് ചെയ്യുന്ന സമയത്ത് സ്റ്റേഡിയം പൊട്ടിത്തെറിച്ച കാഴ്ച നമ്മൾ കണ്ടു. സഞ്ജുവിന് കേരളത്തിൽ മാത്രമല്ല ചെപ്പോക്കിൽ എത്ര ആരാധകരുണ്ടെന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലായൊരു സംഭവമാണത്. അത് ആസ്വദിക്കുകയായിരുന്നു സൂര്യകുമാർ യാദവ് പോലും ആ നിമിഷത്തിൽ. ക്യാപ്റ്റൻ്റെ പ്രതീക്ഷകൾ സഞ്ജു കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. നമ്മൾ നോക്കുകയാണെങ്കിൽ 14 പന്തിൽ 24 റൺസ് എടുക്കുന്ന സഞ്ജു, അതിനുശേഷം അതോടൊപ്പം തന്നെ സഞ്ജു ആ ഭാഗത്തോട് വന്നതോടുകൂടി താളം വീണ്ടെടുക്കുന്ന അഭിഷേക് ശർമ്മ എന്ന താരം, അദ്ദേഹം 50 റൺസിലേക്ക് എത്തുന്നു. പിന്നെ വരുന്നവരെല്ലാവരും 6 ബാറ്റ്സ്മാൻമാർ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു. 6 പേരും 10ലേറെ പന്തുകൾ കളിക്കുന്നു. അവരുടെ 13 മുതൽ 30 വരെ പന്തുകൾ നീണ്ട ഇന്നിങ്സിലാണ് ഈ 6 ബാറ്റ്സ്മാൻമാരും കളിച്ചിട്ടുള്ളത്. പക്ഷേ അവരുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അവരുടെ സ്ട്രൈക്ക് റേറ്റ് എടുത്ത് നോക്കിയാൽ അത് 160 മുതൽ 275 വരെ വരുന്ന സ്ട്രൈക്ക് റേറ്റാണ് ഈ കളിയിൽ ഈ ഓരോ താരങ്ങൾക്ക്. അതിൽ 160 സഞ്ജുവിൻ്റെ പേരിലാണെങ്കിൽ 275 44 റൺസ് എടുത്ത 16 പന്തിൽ 44 റൺസ് എടുത്ത തിലക് വർമ്മയുടെ ഇന്നിങ്സാണ് അവിടെ അടയാളപ്പെടുത്തുന്നത്. അത്രമാത്രം ഇമ്പാക്റ്റോടു കൂടിയാണ് ഈ ടീം കളിച്ചിട്ടുള്ളത്.